സ്ഥിരം പരാതികൾ പറഞ്ഞ് നിന്നെ ബോറടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ ഉള്ളവനോട് ക്ഷമിക്കണമേ. ജീവിക്കാൻ വേണ്ടി ഒരു കച്ചവടം തുടങ്ങിയതാ ഈ കുഞ്ഞാട് ചെയ്ത ഏക തെറ്റ്. നീ ഒരു കുരിശേ ചുമന്നുള്ളൂ, ഞാൻ 3 എണ്ണമാ ചുമക്കുന്ന 3 തൊഴിലാളികൾ. അവന്മാര് കാരണം എനിക്കെന്നും പ്രശ്നങ്ങളാ. എല്ലാം അറിയുന്ന കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞോ? കർത്താവിനെ വിളിച്ചിട്ട് മാതാവാണോ കേട്ടത്? മാതാവല്ല, മറിയക്കുട്ടിയാ. ദൈവത്തിന്റെ മുന്നിൽ നിന്ന് അവരെങ്ങനെ കുറ്റം പറയരുത്. അവന്മാരെ കുറിച്ച് പറയുമ്പോ നിനക്കെന്താടി ഇത്ര ചൊറിച്ചില്ലേ? ആ, ആത്മാർത്ഥതയുള്ള പിള്ളേരാ അവര് 3 പേരും. ഓഹോ, ശമ്പളം ശരിക്ക് കൊടുക്കാഞ്ഞിട്ടും അവരായതുകൊണ്ട് അവിടെ ജോലിക്ക് നിൽക്കുന്നേ. ശമ്പളം കുമ്പളങ്ങ. അവന്മാരെ എനിക്കുണ്ടാക്കുന്ന നഷ്ടത്തിന് കാശ് ഇങ്ങോട്ട് തരണം. പിന്നെ അത്രയ്ക്ക് കുരുത്തം കേട്ടോമാരാ. എന്താ അവിടെ ഓടിക്കാൻ കേട്ട സ്ഥലം എഴുതി വെച്ചിരിക്കണോ? എന്നെ രക്ഷിക്കണേ. ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ കേൾക്കണത്? വാ നമുക്ക് നോക്കാം. വാടാ നോക്കാം. അയ്യോ, എന്നെ വിടൂ. അയ്യോ, അപ്പൊ കൂടെ വേണ്ട. നീ അപ്പുറത്തൊന്ന് നോക്കി തുറക്കാൻ പറ്റില്ല. ഓ ഇടിച്ച് പൊളിക്കണം. വാടാ ചവിട്ടി പൊളിക്കാം. കുളിക്കായിരുന്നല്ലേ? അയ്യോ, അപ്പൊ കൂട്ടാ വിട്ടോടാ. സോറി. അയ്യോ, ലംബോദരൻ പറ്റ് 26, വാറുണ്ണി കിട്ടാക്കട 156, കറിയാച്ചൻ പറ്റ് 56. പറ്റെഴുതി കയ്യക്ഷരം നന്നായി എന്നല്ലാതെ ഒരു പ്രയോജനമില്ല. ഈ കണക്കിന് പോയാൽ അടച്ചു പൂട്ടേണ്ടി വരും. ഓ, രാവിലെ തുടങ്ങി പിച്ചക്കാരുടെ ശല്യം. എന്റെ കർത്താവേ, എല്ലാം നശിപ്പിച്ചോ രാവിലെ തന്നെ. എന്താണ് ഈ കോലത്തില്? പാലുകൊണ്ട് അഭിഷേകം നടത്തിയതാ. പാലഭിഷേകം നടത്താൻ നീ ആര്? ദേവസ്വം പൂജാരിയോ? ചേട്ടാ, ഒരു അബദ്ധം പറ്റിയതാ. സ്ഥിരമായി അബദ്ധം പറ്റാൻ നിന്റെ അപ്പനാര്? ചാർലി ചാപ്പ്. കുറച്ച് പേര് കൂടി ഞങ്ങളൊക്കെ തല്ലി കൊണ്ടുപോയ പാലൊക്കെ തലക്കൂടെ തല്ലി പൊട്ടിച്ച് പത്രോ വലിച്ചേറി. എന്റെ ഈശോയെ, എല്ലാവരും കൂടി എന്നെ കുത്തുപാള എടുപ്പിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. ഇതെന്ത്? അയ്യോ, ഞങ്ങൾക്ക് എന്നാ പറ്റിയ ചാണ്ടിച്ചേട്ടൻ അറിയണ്ടേ? നിന്നെയൊക്കെ ആര് തല്ലിക്കൊന്നാലും എനിക്കൊരു ചുക്കുമില്ല. മേലാൽ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. നിന്നെയൊക്കെ പിരിച്ചുവിട്ടിരിക്കുന്നു. എവിടുന്നോ തന്നെ തിരിച്ചു വന്ന് നിനക്കൊക്കെ എന്റെ സന്മസ് കൊണ്ട് ജോലി ചെയ്യുന്നില്ല. എന്നോട് തന്നെ വേണമായിരുന്നോ? എനിക്ക് തൃപ്തിയായി. അങ്ങനൊന്നും പറയണ്ട. നാട്ടിൽ നിന്ന് വന്നപ്പോ ഞങ്ങളുടെ ഉണ്ടായിരുന്ന കാശ് മേടിച്ച് തിരുമറി നടത്തിയിട്ടില്ലേ ഞങ്ങൾക്കോട് ജോലി വന്നത്. എന്റെ 3000 വാങ്ങിച്ചില്ല. അതുകൊണ്ടാ എന്റെ നിന്റെ 2500. നിന്റെ 3000. മൊത്തം 9000 ഉലുവ. അത് തന്നെ പ്രസന്റ്. പിന്നെ നിന്റെ ശമ്പളം ഇപ്പഴെന്റെ ഇല്ല. അത് തന്ന് തീർക്കുന്നവരെ നീയൊക്കെ ഇതുപോലെ തകർത്ത് മുടിച്ച് നശിപ്പിച്ച് പണ്ടോരോടക്കി കഴിവ്.